നമസ്കാരം. ഉള്ളത് പറഞ്ഞാൽ ആരംഭിക്കുകയാണ്. ചങ്ങലയ്ക്ക് ഭ്രാന്ത് പിടിച്ചാൽ കാണാൻ നല്ല ചേല് എന്നു പറഞ്ഞ് കൈയൊഴിയാൻ പറ്റുമോ? ആദ്യം വക്കീലന്മാരുടെ കുതിരകയറ്റം, അത് കഴിഞ്ഞ് പോലീസ് വക. ആർക്കും കയറി മേയാവുന്നവരായി തീർന്നിരിക്കുന്നുവോ കേരളത്തിലെ മാധ്യമക്കാർ? സംഗതി നിസ്സാരമല്ല. വിയന്ന ആസ്ഥാനമായുള്ള ഇന്റർനാഷണൽ പ്രസ് ഇൻസ്റ്റിറ്റ്യൂട്ട് വരെ വിഷയത്തിൽ ഉത്കണ്ഠപ്പെട്ടിരിക്കുന്നു. എല്ലായിടത്തും ഉണ്ടാകും തൊഴുത്തിൽ കുത്തികൾ. അങ്ങനൊരാളാണ് കോഴിക്കോട് ടൗൺ SI PM വിമോദ് എന്നു വേണം കരുതാൻ. പോലീസ് സേനയ്ക്ക് ആകെ തൊപ്പി താഴ്ത്തേണ്ട ഗതികേടാണ് ഈ കാക്കിക്കുപ്പായക്കാരൻ ചെയ്തത്. പോലീസ് തന്നോ ഞങ്ങളുടെ DSNG എടുക്കാൻ മാധ്യമ പ്രവർത്തകർക്കെതിരെ കോടതി വളപ്പിൽ പോലീസ് അതിക്രമം എന്ന തലക്കെട്ട് ഇത് കണ്ട അച്ചടി മാധ്യമങ്ങൾ നൽകിയതിൽ തെറ്റു പറയാനൊക്കുമോ? പോലീസ് എന്ന പ്രയോഗത്തിൽ പോലീസ് സേന ഒന്നാകെ വരികയാണ്. എന്നാൽ സേനയിൽപ്പെട്ട ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ ഇക്കാര്യത്തിലുള്ള മനോഭാവം എന്തായിരുന്നു? ഒരാൾ തങ്ങൾക്ക് പറ്റിയ തെറ്റ് ഏറ്റ് മാപ്പ് പറഞ്ഞു. ഇപ്പോൾ ഈ ബിനുവിനുണ്ടായ കാര്യത്തിൽ ഞങ്ങൾ തന്നെ ബിനുവിനോട് പറഞ്ഞിട്ടുണ്ട്, മാപ്പ് പറഞ്ഞിട്ടുണ്ട്. കാരണം വെച്ചാൽ നമുക്കറിയാമല്ലോ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ചില പ്രശ്നങ്ങൾ മാത്രമായിട്ട് ഞാൻ ഇതിനെ കാണുന്നു. സിറ്റി പോലീസ് കമ്മീഷണർ ഉമാ ബെഹ്റയും പോലീസ് അതിക്രമത്തെ ന്യായീകരിച്ചില്ല. ഡിസ്ട്രിക്ട് ജഡ്ജിന്റെ ഡയറക്ഷൻ പ്രകാരം ഉരുവാക്കാൻ പറഞ്ഞിരുന്നു, കമ്പൗണ്ടിലെ പുറത്താക്കാൻ പറഞ്ഞിരുന്നു. ഞാൻ പറഞ്ഞു നമ്മൾ ഈ മാറ്ററിൽ ഓൾറെഡി ഇൻക്വയറി ചെയ്യുന്നുണ്ട്. പോലീസിലെ ഭാഗത്തിൽ എന്താണ് വീഴ്ച ഉണ്ടായിട്ടുണ്ടോ എല്ലാ ഡീറ്റെയിൽസ് ഇൻക്വയറി ചെയ്തിട്ട് ശേഷം ആക്ഷൻ ഉണ്ടാവും. നമ്മൾ ഇന്ന് ഈവനിങ് മുമ്പ് ഇൻക്വയറി കംപ്ലീറ്റ് ആക്കിയിട്ട് അതിൽ ബേസ് ചെയ്തിട്ട് ആക്ഷൻ എടുക്കാം. എന്തിന് സാക്ഷാൽ DGP ലോക്നാഥ് ബെഹ്റ തന്നെ കാക്കിച്ചട്ടത്തെ തള്ളിപ്പറഞ്ഞു. ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. ആ റെസ്പോൺസിബിൾ ഓഫീസേഴ്സ് ഇങ്ങനെ ചെയ്യാൻ പാടില്ലാണ്. അത് ഒരിക്കലും എനിക്ക് ഒരു ജസ്റ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇല്ല. ഫലമോ മാധ്യമ പ്രവർത്തകർക്ക് നേരെ കുതിര കയറിയ പോലീസുകാരന് സസ്പെൻഷൻ. മേപ്പടി കാക്കി നിസ്സാരനൊന്നുമല്ല. മറ്റൊരു ഉദാഹരണം എടുത്താൽ ഈ വിദ്വാൻ പുനലൂരിൽ ആയിരുന്നപ്പോഴത്തെ ജനമൈത്രി എങ്ങനെയായിരുന്നെന്നോ? പരിശോധനയ്ക്കിടെ വാഹനം ഓടിച്ചിരുന്നയാളിന്റെ ഉടുമുണ്ട് അഴിച്ചെടുത്തു. നോക്കുക, വാഹനത്തിന്റെ മുഴുവൻ രേഖകളും ഉണ്ടായിരുന്നിട്ടാണ് മുണ്ടഴി. അപ്പോൾ രേഖകൾ ഇല്ലാതിരുന്നെങ്കിൽ എന്താകുമായിരുന്നു ഗതി? വാസ്തവത്തിൽ ഇങ്ങനെയൊക്കെ പെരുമാറാൻ ഏത് പോലീസ് മാനുവലിലാണ് പറഞ്ഞിട്ടുള്ളത്? മുണ്ടഴിക്കേസിന്റെ കാലത്ത് തന്നെ ഇയാളുടെ തൊപ്പിയും കാക്കിയും സ്ഥിരമായി ഊരി വയ്പ്പിച്ചിരുന്നെങ്കിൽ ഇപ്പോഴത്തെ ഈ നാണക്കേട് സേനയ്ക്ക് ഉണ്ടാകുമായിരുന്നില്ല. അപ്പം ഇത് ഗൗരവമായാണ് സർക്കാർ കാണുന്നത്. പോലീസ് മാധ്യമപ്രവർത്തകരുടെ വഴി തടയാൻ എന്തിനു നിന്നു എന്നത് അത്യന്തം ഗൗരവമായി തന്നെ സർക്കാർ വീക്ഷിക്കുകയാണ്. ഇത് കോടതിയിൽ കടന്നു ചെല്ലാനുള്ള സ്വാതന്ത്ര്യത്തിൻ്റെ പ്രശ്നം കൂടിയാണ്. കോഴിക്കോട് തന്നെ മാധ്യമപ്രവർത്തകർ അവരുടെ ജോലിയുടെ ഭാഗമായിട്ടാണ് കോടതി വളപ്പിൽ കയറിയത്. ഹൈക്കോടതി നടപടികൾ റിപ്പോർട്ട് ചെയ്യാൻ വിലക്കില്ലെന്ന് രജിസ്ട്രാർ തന്നെ അറിയിച്ചിരുന്നു. അപ്പോൾ കീഴ്ക്കോടതികൾ മറിച്ചൊരു നിലപാട് എടുക്കുമോ? ഇല്ല. പക്ഷേ മേപ്പടി കാക്കി പരാക്രമം നടത്തിയത് ജില്ലാ ജഡ്ജ് വാക്കാൽ നൽകിയ നിർദ്ദേശപ്രകാരം ആയിരുന്നത്രേ. എന്നാൽ അങ്ങനെയൊരു നിർദ്ദേശം ഇല്ല എന്നാണ് പിന്നീടറിഞ്ഞത്. പക്ഷേ മേപ്പടി കാക്കി ഇളകിയാടി. മാധ്യമപ്രവർത്തകരെ തടയുക മാത്രമല്ല, ബലം പ്രയോഗിച്ച് കസ്റ്റഡിയിലെടുത്തു. തത്സമയ വാർത്താവാഹനമായ DSNGയും സ്റ്റേഷനിൽ കയറ്റി. മറ്റ് മാധ്യമപ്രവർത്തകർ ഇടപെട്ടപ്പോൾ കസ്റ്റഡിയിലെടുത്തവരെ വിട്ടയച്ചു. കൂട്ടത്തിൽ പരാക്രമം കാണിച്ച കാക്കിയോട് നിർബന്ധിത അവധിയിൽ പ്രവേശിക്കാൻ ആവശ്യപ്പെട്ടതായി കമ്മീഷണർ പറഞ്ഞു. Concerned officer is placed under suspension with immediate effect. ഇതിനെ പരാതി കിട്ടിയിട്ടുണ്ട്. നമ്മൾ അതിലെ ലീഗൽ ആക്ഷൻ എടുക്കുന്നുണ്ട്. കേസ് രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായിട്ട് അറസ്റ്റ് ആവശ്യമുണ്ടെങ്കിൽ അറസ്റ്റ് ചെയ്യും.
എന്നാൽ നിർദ്ദേശം രേഖാമൂലം കിട്ടാത്തതുകൊണ്ട് SI വിളയാട്ടം നിർത്തിയില്ല. നോക്കുക, ജില്ലാ ജഡ്ജി വാക്കാൽ പറഞ്ഞു എന്ന് പറഞ്ഞ് പൊറാട്ട് നടത്തിയ വിദ്വാനാണ് രേഖാമൂലത്തിന് കാത്തുനിന്നത്. മേപ്പടിയാൻ എന്തു ചെയ്തു? സ്റ്റേഷൻ വളപ്പിൽ നിന്ന് DSNG ഇറക്കാൻ ചെന്ന മാധ്യമപ്രവർത്തകരെ കോളറിന് പിടിച്ച് സ്റ്റേഷനുള്ളിൽ പൂട്ടിയിട്ടു. ഞങ്ങളുടെ വണ്ടി എടുക്കാൻ വന്നതാണ്, ഞങ്ങളുടെ DSNG വണ്ടി, ഞങ്ങളുടെ തത്സമയ വണ്ടി. ആ വണ്ടി എടുക്കാനായിട്ട് പ്രമോദ് സാറോട് സംസാരിച്ച് വണ്ടി എടുത്തോളം പറഞ്ഞു നിൽക്കുമ്പോൾ വണ്ടി എടുക്കാൻ പറഞ്ഞു നിൽക്കുമ്പോൾ ഈ ടൗൺ SI വന്നിട്ട് വീണ്ടും ഞങ്ങളെ അകത്ത് കയറ്റിയിരിക്കുകയാണ്. ഇത് എന്തൊരു കഷ്ടമാണിത്! ഇയാൾ ഞങ്ങളെ യാതൊരു പ്രകോപനമില്ല അകത്ത് കയറ്റിയിരിക്കുകയാണ്. ക്യാമറയിൽ ദൃശ്യം കിട്ടാതിരിക്കാൻ ന്യൂസ് പേപ്പർ കൊണ്ട് ഗ്രില്ല് മറയ്ക്കാൻ നോക്കുന്നു. ഇത്രയും ബുദ്ധി കൂടിയ ഈ കാക്കി ഇങ്ങനെയൊക്കെ ചെയ്തില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. ഇതിൻ്റെ ഫലമെന്തായി? മേപ്പടി കാക്കിക്ക് സസ്പെൻഷനായി. വല്ല കാര്യവുമുണ്ടായിരുന്നോ? വേലിയിൽ കിടന്ന പാമ്പിനെ എടുത്ത് തോളത്തിട്ടു, അത്ര തന്നെ. ഇനി ഇടവേളയ്ക്ക് ശേഷം ഗീതാ ഗോപിനാഥിനെ ആർക്കാണ് പേടി? ഹൂ ഈസ് അഫ്രൈഡ് ഓഫ് വെർജീനിയ വോൾഫ് എന്ന പോലെ ഹൂ ഈസ് അഫ്രൈഡ് ഓഫ് ഗീതാ ഗോപിനാഥ്? അതെ, ഗീതാ ഗോപിനാഥിനെ ആർക്കാണ് പേടി? നവ ലിബറൽ കാഴ്ചപ്പാടുള്ള സാമ്പത്തിക വിദഗ്ധയാണ് പോലും. എന്നിട്ടും മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ പാർട്ടി സെക്രട്ടറിക്കും അവരെ പേടിയില്ല. അതുകൊണ്ടാണല്ലോ ഗീതയെ സാമ്പത്തിക ഉപദേഷ്ടാവായി നിയമിച്ചത്. ഗീതാ ഗോപിനാഥ് ആരാണ്? അവരുടെ നയങ്ങൾ എന്താണ് എന്നൊന്നും മനസ്സിലാകാതെ ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി ഒരാളെ പിടിച്ച് ഉപദേഷ്ടാവാക്കി മാറ്റുമോ? അപ്പോൾ ആ നിയമനത്തിന് ചില ഉദ്ദേശ്യ ലക്ഷ്യങ്ങളുണ്ടെന്ന് വ്യക്തം. എന്തായാലും ആ ലക്ഷ്യം സംസ്ഥാനത്തിൻ്റെ പൊതു താൽപ്പര്യത്തിന് വിരുദ്ധമാകാൻ ഇടയില്ല. വാസ്തവത്തിൽ ഗീതാ ഗോപിനാഥിനെ പോലെ ഒരാളെ നമ്മുടെ സർക്കാരുമായി ബന്ധിപ്പിച്ച് നിർത്തിയതിൽ നാം അഭിമാനിക്കുകയല്ലേ വേണ്ടത്? ഹാർഡ്വാർഡ് സർവകലാശാലയിലെ ഈ അധ്യാപികയ്ക്ക് കേരളത്തിൽ വേരുകളുമുണ്ട്. അവർ തന്നെ വ്യക്തമാക്കി, തൻ്റേത് പ്രതിഫലം പറ്റാതെയുള്ള പദവിയാണ്. താൻ സർക്കാരിൻ്റെ ദൈനംദിന കാര്യങ്ങളിൽ ഇടപെടാൻ ഉദ്ദേശിക്കുന്നില്ല. തൻ്റെ ഉപദേശം മുഖ്യമന്ത്രിക്ക് സ്വീകരിക്കുകയോ സ്വീകരിക്കാതിരിക്കുകയോ ചെയ്യാം. അപ്പോൾ അവരുടെ ഉപദേശം കിട്ടുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ആ ഉപദേശം സ്വീകരിക്കണോ സ്വീകരിക്കണ്ടേ എന്നുള്ളത് തീരുമാനിക്കേണ്ടത് ഗവൺമെൻറ്റാണ്. അപ്പോൾ ഉപദേശം ലഭിക്കുന്നതിനൊരു കുറവുമില്ല, ഒരു തെറ്റുമില്ല. അതെ, അത് പ്രധാനമാണ്. ഗീതാ ഗോപിനാഥിൻ്റെ ഉപദേശം സ്വീകരിക്കുകയോ സ്വീകരിക്കാതിരിക്കുകയോ ചെയ്യാം. പിന്നെ എന്തിനാണ് ഈ പുകൽ? ഹാർഡ്വാർഡ് യൂണിവേഴ്സിറ്റി നവ ലിബറൽ കാഴ്ചപ്പാട് എന്നെല്ലാം പറഞ്ഞ് പുകമറ സൃഷ്ടിക്കുകയായിരുന്നു എന്നർത്ഥം. ഇങ്ങനെ ബഹളം വയ്ക്കുന്നവർ ഗുരുതരമായ രോഗം വരുമ്പോൾ ചികിത്സയ്ക്കായി ഇംഗ്ലണ്ടിലേക്കും അമേരിക്കയിലേക്കും പറക്കുന്ന പാർട്ടികളാണ്. എന്നിട്ടാണ് സാമ്പത്തിക കാര്യം വന്നപ്പോഴത്തെ വീണ്ടും വിചാരം. ഇതേ ഹാർഡ്വാർഡ് സർവകലാശാലയിലെ ജോൺ എഫ് കെന്നഡി സ്കൂൾ ഓഫ് ഗവൺമെൻറ്റിൽ മേസൺ ഫെലോയും ലണ്ടൻ സ്കൂൾ ഓഫ് ഇക്കണോമിക്സിൽ വിസിറ്റിംഗ് ലെക്ചററുമായ ഷാഫി മേത്തറിനെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാമ്പത്തിക ഉപദേഷ്ടാവാക്കിയിരുന്നു. അന്നതിന് കോൺഗ്രസ്സുകാർക്ക് ഒരു പ്രശ്നവുമില്ലായിരുന്നു. വാസ്തവത്തിൽ കൊള്ളേണ്ടത് കൊണ്ടും തള്ളേണ്ടത് തള്ളിയും ഗീതയുടെ പ്രാഗൽഭ്യം ഉപയോഗിച്ചാൽ മതി. ഗീതയുടെ നവ ലിബറൽ കാഴ്ചപ്പാടിനെ പറ്റി കോൺഗ്രസ്സുകാർ വ്യാകുലപ്പെടുമ്പോൾ മറന്നുപോകുന്ന കാര്യമുണ്ട്. ഷാഫി മേത്തർ ചോദിച്ചതുപോലെ രാജീവ് ഗാന്ധിയുടെയും നരസിംഹറാവുവിൻ്റെയും മൻമോഹൻ സിംഗിൻ്റെയും സർക്കാരുകൾ പിന്തുടർന്നത് ഇതേ നവ ലിബറൽ നയങ്ങൾ തന്നെയല്ലേ? പിന്നെ കുമ്മനവും കൂട്ടരും മറന്നുപോകുന്ന കാര്യം, മോദിജിയും തുടരുന്നത് അതേ നയം. ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലി ഗീതയുടെ നിയമനത്തെ പ്രശംസിക്കുകയും ചെയ്തു. അപ്പോൾ ഗീതാ ഗോപിനാഥിൻ്റെ നിയമനത്തിൽ എന്താണ് പ്രശ്നം? വിവരവും വിദ്യാഭ്യാസവും ഉള്ളവരെ നമ്മുടെ മുഖ്യൻ കൂടെ കൂട്ടരുതെന്നാണോ? ഇനി മുഖ്യമന്ത്രി ഏതുപദേശവും കണ്ണുമടച്ച് വിശ്വസിക്കും എന്നാണോ? ഇരുട്ടത്തെ കരിമ്പൂച്ചയെ തപ്പി ഇനിയും ജനങ്ങളുടെ കണ്ണിൽ
പൊടിയിടരുത്. കഴിഞ്ഞ UDF യോഗം നമ്മുടെ മാണി സാർ ബഹിഷ്കരിച്ചു. ഭരണത്തിലിരുന്നപ്പോൾ ഏണിയും പാമ്പും കളി നടത്തിയാണ് ഇന്ന് ഈ പരുവത്തിലെത്തിയത്. ഇപ്പോഴും കളി തുടരുകയാണ്. പ്രതിപക്ഷത്തായാലും മരം കയറ്റം മറക്കില്ലല്ലോ. ഞങ്ങൾക്ക് UDFുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, കോൺഗ്രസുമായിട്ടും ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അത് ഗൗരവമായിട്ടുള്ള ചില വിഷയങ്ങളാണ്. അത് ഞങ്ങൾ ചലക്കുന്ന് ചർച്ച ചെയ്യും. കോൺഗ്രസ് പറ്റിച്ചെന്നാണ് പല്ലവി. സീസറിന്റെ ഭാര്യ സംശയത്തിന് അതീതയാകണം എന്ന കോടതി പരാമർശം വന്നില്ലായിരുന്നെങ്കിൽ മാണി സാർ മന്ത്രിസ്ഥാനം രാജിവയ്ക്കില്ലായിരുന്നു. എന്നിട്ടും മുറുമുറുപ്പ് കോൺഗ്രസിനോടാണ്, രമേശ് ചെന്നിത്തലയോടാണ്. ഉമ്മൻചാണ്ടിയാണ് ഇപ്പോൾ മധ്യസ്ഥൻ. ചാണ്ടി സാർ മാണി സാറിനെ വീട്ടിൽ ചെന്ന് കണ്ടു. UDFിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകകക്ഷിയാണ് കേരള കോൺഗ്രസ്. അതിൻ്റെ തുടക്കം മുതലുള്ള നേതാവാണ് മാണി സാറ്. അപ്പം UDFിൻ്റെ അവിഭാജ്യ ഘടകമാണ് മാണി സാറ്. മാണി സാറില്ലാത്ത UDFിനെ കുറിച്ച് ആർക്കും ചിന്തിക്കാനേ പറ്റില്ല. അതുകൊണ്ടൊന്നും മാണി സാറിൻ്റെ അരിശം തീർന്നിട്ടില്ല. അതുകൊണ്ട് മാണി സാറിനെ മെരുക്കാൻ കുഞ്ഞാപ്പയെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണത്രേ. ഇങ്ങനെയൊക്കെ ഒരു ചർച്ച വന്ന സാഹചര്യത്തിൽ മാണി സാറുമായിട്ട് നിരന്തരമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ചില പ്രശ്നങ്ങൾ ഉയർന്ന് വന്നത് ഇന്നൊരു ചർച്ചയായ സ്ഥിതിക്ക് ആ വിഷയങ്ങളൊക്കെ പരിഹരിച്ച് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകാൻ വേണ്ടി ഞങ്ങൾ പരസ്പരം ആശയവിനിമയമൊക്കെ നടത്തുന്നുണ്ട്. അപ്പോൾ കേരള കോൺഗ്രസിന് അതിൻ്റേതായ അഭിപ്രായങ്ങളുണ്ട്. UDFിൽ പറയപ്പെടുന്ന രീതിയിലുള്ള ഒരു പ്രതിസന്ധി ഒന്നുമില്ല. മാണി സാറ് UDFിൻ്റെ വളരെ അവിഭാജ്യമായ ഘടകമാണ്. UDFിൻ്റെ സീനിയർ നേതാവാണ് അദ്ദേഹം. അദ്ദേഹവുമായി അവരുടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ചർച്ച ചെയ്ത് അത് പരിഹരിക്കും. സത്യത്തിൽ മാണി സാർ ആരെ കണ്ടിട്ടാണ്, എന്ത് കണ്ടിട്ടാണ് ഈ ഞാണിന്മേൽ കളി എന്നറിയില്ല. BJP-യാണ് വാതിൽ തുറന്നിട്ടിരിക്കുന്നത്. തെരഞ്ഞെടുപ്പിൽ NDA സ്ഥാനാർത്ഥിയായിരുന്ന PC തോമസ് മാണി സാറിനെതിരെ പിന്മാറിയതും അതുകൊണ്ടായിരുന്നു. ജോസ് കെ മാണി എന്ന ജോസുമോന് കേന്ദ്രമന്ത്രിസ്ഥാനം കിട്ടിയാൽ മാണി സാർ രണ്ടില നടുവിൽ താമര ഞെട്ടുകൂടി പിടിക്കും. പക്ഷേ UDF വിടാനും വയ്യ, താമര ഞെട്ട് പിടിക്കാനും വയ്യ, കഴിച്ചിട്ടിറക്കാനും വയ്യ, മധുരിച്ചിട്ട് തുപ്പാനും വയ്യ. അച്ചടക്കത്തിൻ്റെ വാളുമായി നിൽക്കുകയാണ് AK ആന്റണി. നേതാക്കന്മാർ വഴിവിട്ട് സംസാരിക്കരുത് എന്നാണ് മേപ്പടിയാന്റെ ഉത്തരവ്. വ്യക്തിഗതമായ അഭിപ്രായങ്ങൾ പാർട്ടി നിലപാടിന് വിരുദ്ധം ആകുന്നത്രേ. മുതിർന്ന നേതാവും മുൻ മന്ത്രിയുമായ P ചിദംബരം കശ്മീർ വിഷയത്തിൽ നടത്തിയ അഭിപ്രായ പ്രകടനമാണ് ആന്റണിയുടെ അഭിപ്രായത്തിന് ആധാരം. കശ്മീർ വിഷയത്തിൽ പാർട്ടി നിലപാട് അറിയാത്ത ആളല്ല ഈ ചിദംബരം. എന്നാലും തൻ പ്രമാണിത്വത്തിനാണ് ചിദംബരം പ്രാധാന്യം നൽകിയത്. സ്വന്തം നിലപാടിലൂടെ പാർട്ടിയെ നിരന്തരം കുടുക്കിലാക്കുന്ന നേതാക്കന്മാരാണ് ദിഗ്വിജയ് സിംഗ്, അജയ് മാക്കാൻ, സന്ദീപ് ദീക്ഷിത്, ശശി തരൂർ, ജയറാം രമേശ്. അങ്ങനെ പോകുന്നു പട്ടിക. കേരളത്തിലാണെങ്കിൽ എത്രയോ നാളായി അച്ചടക്കം നടപ്പാക്കാൻ നോക്കുന്നു. KPCC അധ്യക്ഷൻ മുതൽ TN പ്രതാപൻ വരെ ചിലപ്പോൾ വെളിച്ചപ്പാടുകളായി മാറും. ഐക്യം എന്ന് പറഞ്ഞാൽ ഇന്ന് കോൺഗ്രസിൽ ഒരു ഫലിതമാണ്. TN പ്രതാപൻ തന്നെ ഏറ്റവും ഒടുവിൽ പാർട്ടിയുടെ ദുരവസ്ഥ ഫേസ്ബുക്കിൽ എഴുതിയിരിക്കുന്നു. ഈ ചുക്കില്ലാത്ത കഷായമില്ല എന്ന പോലെയാണ് ഗ്രൂപ്പില്ലാതെ കോൺഗ്രസ് ഇല്ല എന്നത്. എന്നിട്ടും ഗ്രൂപ്പ് നേതാക്കളെ രൂക്ഷമായി വിമർശിക്കുകയാണ് TN പ്രതാപൻ. കോൺഗ്രസിൻ്റെ പോഷക സംഘടനകളെ 7 ജില്ല വീതമായി ഗോത്രത്തലവന്മാരും മാനേജർമാരും ചേർന്ന് പങ്കുവയ്ക്കുകയാണത്രേ. അതുകൊണ്ടത്രേ യൂത്ത് കോൺഗ്രസിലെയും KSUവിലെയും പുനഃസംഘടന വൈകുന്നത്. KSUവിൻ്റെ പാരമ്പര്യം എന്താണ്? നേതാവ് പഠിക്കുന്നയാളാകണം, പ്രായപരിധി കഴിഞ്ഞാൽ ഭാരവാഹിത്വം ഒഴിയണം. വയലാർ രവിയും AK ആന്റണിയും തുടങ്ങി PT തോമസ് വരെ അങ്ങനെയായിരുന്നത്രേ. മാതൃപ്രസ്ഥാനത്തിൽ വീതം വയ്പ്പുകളും ഇഷ്ടത്തോഴരെ വാഴിക്കലും
എല്ലാം നടക്കുമ്പോഴും KSU ഗുണമേന്മയുടെ വിളനിലമായിരുന്നു. ഈ വിത്ത് കുത്തിമുളച്ചാണ് കോൺഗ്രസിന് പത്തായം നിറയ്ക്കാനുള്ള വിഭവം നൽകിയത്. പക്ഷേ ഇപ്പോഴത്തെ KSU നേതാക്കളിൽ ചിലരെ കാണുമ്പോൾ സഹതാപമാണ്. ആരാണ് ഈ ചിലർ എന്ന് പ്രതാപൻ പറയുന്നില്ല. ഹൈബി ഈഡൻ, റോജി ജോൺ, VS ജോയ് ഇവർ ഇക്കൂട്ടത്തിൽ ഉൾപ്പെടുമോ? 3 പേരും ഗ്രൂപ്പ് വിത്തുകളാണ് എന്ന് ആർക്കാണ് അറിയാത്തത്? പിന്നെ മത്തൻ കുത്തിയാൽ കുമ്പളം മുളയ്ക്കില്ല, അതാണ് പച്ച പരമാർത്ഥം. TN പ്രതാപൻ ഫേസ്ബുക്കിൽ മറിച്ചത് രാഷ്ട്രീയത്തിന്റെ താളുകളായിരുന്നു. ഫേസ്ബുക്ക് അടക്കമുള്ള നവമാധ്യമങ്ങൾ പലപ്പോഴും ഇന്റർനെറ്റ് കുളക്കടവുകളാണ് എന്ന് മുമ്പ് ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ പറഞ്ഞിട്ടുണ്ട്. നടന്മാർ, നടിമാർ, പാട്ടുകാർ, എല്ലാ സെലിബ്രിറ്റികൾക്കും ഇപ്പോൾ ഫേസ്ബുക്ക് ഉണ്ട്. അതിൽ ചിലരുടേത് വ്യാജ ബുക്കുകളുമാണ്. നടി കാവ്യ മാധവന്റെ പേരിൽ ഫേസ്ബുക്ക് നടത്തിയിരുന്ന പ്രതിയെ പോലീസ് പൊക്കി. കാവ്യയുടെ ചിത്രവും പേരും ഉപയോഗിക്കുക, അശ്ലീല ചുവയുള്ള കമന്റുകൾ പോസ്റ്റ് ചെയ്യുക. അയാൾ അങ്ങനെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തക്കതായിട്ടുള്ള ശിക്ഷ ലഭിക്കട്ടെ. നമ്മളെ മാനസികമായിട്ട് ബാധിച്ചു. ഞാനും എൻ്റെ അച്ഛനും അമ്മയും എൻ്റെ സഹോദരനും ഒക്കെ ഉള്ളൊരു കുടുംബത്തിൽ ജീവിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഇത് അവരെയൊക്കെ മാനസികമായിട്ട് ബാധിച്ചു. വാസ്തവത്തിൽ ഞരമ്പ് രോഗികളാണ് ഇത്തരത്തിൽ സമയം കൊല്ലുന്നത്. കാവ്യയുടെ പേരിൽ 4 വർഷമായി അക്കൗണ്ട് നടത്തുന്നു പിടിയിലായ അരവിന്ദ് ബാബു. സൈബർ സെൽ നടത്തിയ അന്വേഷണത്തിൽ 12 വ്യാജ അക്കൗണ്ടുകൾ ഉണ്ടത്രേ. അപ്പോൾ സമാനമായ മാനസിക രോഗം വേറെയും ചിലർക്ക് ഉണ്ട് എന്നർത്ഥം. വ്യാജന്മാർക്കെതിരെ കാവ്യ മാധവൻ 1 മാസം മുമ്പാണ് പരാതി നൽകിയത്. വാസ്തവത്തിൽ കാവ്യ മാധവനെ പോലെ ഒരു നടി കുറെ കൂടി ജാഗ്രത കാട്ടേണ്ടതായിരുന്നു. മാറിയ മാധ്യമകാലത്ത് ഇത്രയും കാലം തൻ്റെ പേര് ദുരുപയോഗം ചെയ്യാൻ അനുവദിക്കരുതായിരുന്നു. ഇനിയും ഇത്തരം സൈബർ മനോരോഗികൾ വലയിൽ കുടുങ്ങട്ടെ. കാവ്യമാധവന്റെ പേരിൽ വ്യാജന്മാർ FBയിൽ വിളയാടി. എന്നാൽ പാട്ടുകാരി ജ്യോത്സ്നയുടെ കാര്യത്തിലോ സ്വന്തം ഫേസ്ബുക്ക് മോഷണം പോയി. പക്ഷേ കള്ളൻ കപ്പലിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പൊ അവര് പറഞ്ഞു അവര് തിരിച്ചു വിളിക്കാം എന്നൊക്കെ പറഞ്ഞ് അവര് അന്വേഷിച്ച് കണ്ടെത്തിയ ഒരു കാരണം എന്ന് പറയുന്നത്, അവരെന്നോട് പറഞ്ഞ കാരണം ഫേസ്ബുക്കിൽ സിസ്റ്റം അപ്ഡേറ്റ് ചെയ്തപ്പോൾ പെട്ടെന്ന് പേജ് എന്തോ പ്രശ്നം പറ്റിയതാണ്, അങ്ങനെ കുറേ പേജസ് കാണാണ്ടായി, ഡിലീറ്റ് ആയിപ്പോയി, ഇതൊരിക്കലും റിക്കവർ ചെയ്യാൻ പറ്റില്ല, ഇത് നമുക്ക് പുതിയ പേജ് തുടങ്ങാനേ നിവൃത്തിയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഞാനത് വിശ്വസിച്ചു. പ്രതി ആരെന്നോ? പേജിന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിച്ചിരുന്നയാൾ, അതായത് സോഷ്യൽ മീഡിയ മാനേജർ. അഡ്മിൻസ് അവര് ഈ പേജ് അൺപബ്ലിഷ് ചെയ്തു. ഞാനും അഡ്മിൻ ആയിരുന്നു. അപ്പൊ എന്നെ അഡ്മിനിൽ നിന്ന് റിമൂവ് ചെയ്തിട്ട് ഈ പേജ് അവർ അൺപബ്ലിഷ് അഥവാ അവർ ഹൈഡ് ചെയ്തു പേജ്. അപ്പൊ പിന്നെ അവർക്ക് മാത്രമേ അത് ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ, കാരണം എന്നെ കളഞ്ഞതുകൊണ്ട്. 6 ലക്ഷത്തോളം ലൈക്കുകളുള്ള പേജ് ഒരു ദിവസം പൊടുന്നനെ കാണാതായി. ഇതേപോലെ കുറേ പേജുകൾ നഷ്ടപ്പെട്ടെന്നും പുതിയത് തുടങ്ങണമെന്നും മാനേജർ പറഞ്ഞത്രേ. ഇതിന്റെ ഉദ്ദേശം എന്തായിരുന്നു? 6 ലക്ഷത്തോളം ലൈക്കുകളുള്ള ജ്യോത്സ്നയുടെ പേജിലെ ആരാധകരെ ഒറ്റയടിക്ക് മറ്റൊരു പേജിലേക്ക് മാറ്റി വിൽക്കുക. നോക്കുക, തട്ടിപ്പിന് എന്തെല്ലാം മുഖം. വാസ്തവത്തിൽ വളരെ സ്വകാര്യമായി ചെയ്യേണ്ട കാര്യങ്ങൾ മാനേജർമാരെ ഏൽപ്പിച്ചു ചെയ്യുമ്പോഴാണ് ഇത്തരം വലകളിൽ വീണുപോകുന്നത്. സെലിബ്രിറ്റികൾക്ക് അവരുടെ മേഖലകളിലെ പെർഫോമൻസിൽ നിന്ന് അർഹിക്കുന്ന അംഗീകാരം കിട്ടുന്നുണ്ട്. പിന്നെ അധികത്തിലുള്ള ഈ മാനേജർ പണിയുടെ ആവശ്യമുണ്ടോ? ഉണ്ടെങ്കിൽ സൂക്ഷിച്ചു വേണം എന്ന മുന്നറിയിപ്പാണ് ജ്യോത്സ്ന സംഭവം നൽകുന്ന പാഠം. അതായത് വെർച്വൽ റിയാലിറ്റിയിൽ ജീവിക്കുന്നവർ റിയാലിറ്റി കൂടി തിരിച്ചറിയണം എന്നർത്ഥം.